ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അപ്പം തമ്പ് കണ്ട സമയത്ത് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് മനസ്സിലായിണ്ടാവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമാണ് മിസ് പറയാൻ പോകുന്നത് അല്ലേ. അതേടാ, നമ്മൾ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് വിലയുള്ള വോട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? യെസ്, നമ്മുടെ വോട്ട് എന്ന് പറയുന്ന സമയത്ത് അതിന് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൈം എപ്പോഴാണ്? തെരഞ്ഞെടുപ്പ് തന്നെയല്ലേ. അപ്പം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഫോർ ദ പീപ്പിൾ എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫോർ ദ പീപ്പിൾ എന്ന ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരാളുണ്ടല്ലോ. ആരാ? ജനാധിപത്യം അല്ലേ. ജനാധിപത്യവും തിരഞ്ഞെടുപ്പും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. സോ ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ എന്ന സെക്ഷനിലേക്ക് നമുക്ക് പോയാലോ? പോലാമാ? തുടങ്ങട്ടെ മിസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, നമുക്കറിയാം ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ തന്നെയാണല്ലേ നമ്മളെ ഭരിക്കാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കിച്ച് വന്നാട്ടോ. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രാദേശിക തലം മുതൽ അങ്ങ് പാർലമെന്റ് വരെ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ആയിപ്പോയി. അങ്ങ് പാർലമെന്റ് വരെ എന്താണ്, ആളുകളെ, അതായത് നമ്മളെ ഭരിക്കേണ്ട, ജനങ്ങളെ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് വിടുന്നതും ആരാ? നമ്മൾ തന്നെയാണ്. അപ്പൊ അതെങ്ങനെയാ ചെയ്യാ? നമ്മളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ നമ്മൾ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നത്. ആ പ്രായപൂർത്തി വോട്ടവകാശത്തിന് നമുക്ക് എത്ര വയസ്സ് വേണം? ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോയി വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ. പക്ഷേ അച്ഛനും അമ്മക്കും ചേട്ടനും ചേച്ചിക്കും ഒക്കെ ചെയ്യാലോ. എന്തുകൊണ്ടാ? അവർക്ക് എത്ര വയസ്സായിടാ? 18 വയസ്സല്ലേ. 18 വയസ്സ് കഴിഞ്ഞില്ലേ? 18 വയസ്സ് കഴിഞ്ഞ ആൾക്കും 18 വയസ്സായവർക്കും ഒക്കെ എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാം. അപ്പം ഇലക്ഷന്റെ സമയത്തൊക്കെ അച്ഛനും അമ്മയും വോട്ട് ചെയ്തു വന്ന് കയ്യിൽ ഇങ്ങനെ നെയിൽ പോളിഷ് ഇട്ട പോലെ ഒരു ബ്ലൂ കളറൊക്കെ കണ്ടിട്ടില്ലേ? അതെന്താ? വോട്ട് ചെയ്ത് വന്നതാണല്ലേ. അപ്പം ഇവിടെ നോക്കിക്കേ, പ്രാദേശിക ഭരണകൂടത്തിലേക്കും നിയമസഭകളിലേക്കും ലോകസഭകളിലേക്കും പ്രതിനിധികളെ ജനങ്ങളാണ് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുക. അതായത് നമ്മളാണ് വോട്ട് ചെയ്ത് അവരെന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നതല്ലേ. ഈ തിരഞ്ഞെടുപ്പിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അപ്പൊ ഏതൊക്കെ ഘട്ടങ്ങളാണ് നമുക്കൊന്ന് നോക്കിയാലോ? സോ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ ആണ്, അഥവാ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ. ഈ തിരഞ്ഞെടുപ്പ് ഘട്ടം എന്ന് പറയുമ്പം, അതിൻ്റെ സ്റ്റേജസ് എന്ന് പറയുമ്പം ആരാ ഈ തിരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത്? നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ അല്ലേ. ഇലക്ഷൻ കമ്മീഷനാണ് എന്ത് നടത്തുന്നത്? തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ ഘട്ടം എന്താ? ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ. അതായത് ഇലക്ഷൻ നടത്താൻ പോകുന്നുണ്ടേ, തിരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നുണ്ടേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? വിജ്ഞാപനം അങ്ങോട്ട് പുറപ്പെടുവിക്കും. എന്ത് പുറപ്പെടുവിക്കും? വിജ്ഞാപനം അങ്ങോട്ട് പുറപ്പെടുവിക്കും. ഇലക്ഷൻ നടത്താൻ പോകുന്നുണ്ടേ എന്ന് പറഞ്ഞില്ലേ. പിന്നെന്താണ് ചെയ്യുക? നാമനിർദ്ദേശ പത്രിക നമ്മൾ എന്ത് ചെയ്യും? സമർപ്പിക്കും അല്ലേ. സബ്മിഷൻ ഓഫ് നോമിനേഷൻ. ഇലക്ഷൻ നിൽക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ എന്തുകൂടെ ചെയ്യണം? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം അല്ലേ. അപ്പൊ നമ്മൾ എന്തു ചെയ്യും? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അപ്പൊ അടുത്ത ഘട്ടം എന്താ? എന്ത് ചെയ്യും? ഈ നാമനിർദ്ദേശ പത്രികയൊക്കെ എന്ത് ചെയ്യും? കൃത്യമായിട്ട് വായിച്ചു വെക്കും. ഈ പേരുള്ള ആള്, അതായത് ഈ വ്യക്തി ശരിക്കും ഈ വ്യക്തിയുടെ പേര് തന്നെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കേസിൽ കുടുങ്ങിയ ആളാണോ, അങ്ങനെയുള്ള മൂപ്പര് ഉടായ്പൊക്കെ ഉള്ള ആളാണോ എന്നൊക്കെ കൃത്യമായി അങ്ങോട്ട് നോക്കും. എന്താന്നാ, നമ്മൾ വോട്ട് ചെയ്തെടുക്കുന്ന ആളെ, നമ്മളെ നമ്മളെ പ്രതിനിധീകരിച്ച് പോകുന്ന ആളല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യണം? നല്ല ആൾക്കാരായിരിക്കണം അല്ലേ. അവര് മോശമാവാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ നാമനിർദ്ദേശ പത്രികയൊക്കെ കൃത്യമായി അങ്ങോട്ട് വായിച്ചു നോക്കും. അടുത്ത ഘട്ടം എന്താ മക്കളെ? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. അതെന്തുട്ടാപ്പാ? നാമനിർദ്ദേശ പത്രിക വെച്ച് അവസാനം അങ്ങ് പിൻവലിക്കുക? അതേടാ, അതായത് ചിലവർക്കില്ലേ നമ്മൾ ആരംഭശൂരത്ത് എന്നൊക്കെ പറയും. അപ്പൊ ആരംഭത്തില് അങ്ങോട്ട് എന്താണ് വോട്ട് ചെയ്യണം, വോട്ടല്ല, ഇലക്ഷന് പങ്കെടുക്കണം, നാമനിർദ്ദേശ പത്രിക കൊടുക്കും. പിന്നെയാണ് ചിന്തിക്കുക, അല്ലപ്പാ ഞാൻ എങ്ങാനും ഇത് തോറ്റുപോയാല് ആൾക്കാരൊക്കെ എന്നെ കളിയാക്കൂലേ, ഞാനങ്ങ് മോശമാവില്ലേ, വഷളാവൂലേ എന്നൊക്കെ ചിന്തിച്ച് ഇവർ വിചാരിക്കും മാതി ഇലക്ഷന് പങ്കെടുത്തെന്ന്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട സമയത്ത് അതങ്ങോട്ട് പിൻവലിക്കാം. അടുത്ത ഘട്ടം എന്താണെടാ? വോട്ടെടുപ്പ്. നമ്മൾ പറയില്ലേ, തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് വിലയുള്ള വോട്ട്, കേട്ടില്ലേ? യെസ്,
തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്താണ് വോട്ടിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യും, അച്ഛനും അമ്മയും രാവിലെയൊക്കെ പോയി വീടിനടുത്തുള്ള സ്കൂൾസിലൊക്കെ പോയിട്ട് അവരെന്ത് ചെയ്യും, ഇങ്ങനെ വോട്ടൊക്കെ ചെയ്ത് നെയിൽ പോളിഷ് ഇട്ടതുപോലെ കയ്യിൽ എന്ത് ചെയ്യും, വോട്ടൊക്കെ ചെയ്ത് മാർക്കുമായിട്ട് വരില്ലേ. ആ വോട്ടെടുപ്പ് കഴിഞ്ഞ് അടുത്ത ഘട്ടം എന്താ, വിജയെ പ്രഖ്യാപിക്കണ്ടേ. അങ്ങനെ പ്രഖ്യാപിക്കുന്നതിന് മുന്നെന്തെയും ഇത് കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തും. ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട്, അല്ലെങ്കിൽ രാമനാണോ അല്ല നമ്മളിവിടെ ആരൊക്കെയാണ്, നമ്മളെ രാമുവിനാണോ ദാമുവിനാണോ എന്നൊക്കെ കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി രാമുവിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വോട്ട്. അങ്ങനെ രാമു എന്ത് ചെയ്യും, വിജയായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നേ, എന്ത് ചെയ്യും, വിജയായിട്ട് പ്രഖ്യാപിക്കും. അപ്പം ഈ ഒരു സ്റ്റേജസിലൂടെ, ഈ ഒരു ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ത്യയിൽ എന്ത് നടക്കുന്നത്, തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേട്ടോ. നമ്മുടെ ജില്ലയിലോ കോഴിക്കോടോ, മിസ്സിൻ്റെ ജില്ല കോഴിക്കോട് ആയതുകൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജില്ലയിലോ സംസ്ഥാനത്തോ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ ഇത്തരത്തിലായിരിക്കും മക്കളെ എന്ത് നടക്കുക, ഇലക്ഷൻ നടക്കുക. തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. അപ്പം തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളും എന്താണ് ജനാധിപത്യം എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. അപ്പം ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പം മിസ് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ബ്യൂട്ടിഫുൾ സെക്ഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് all about this video. Thanks for watching us, dears.